വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ, എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. കൂൾ സിറ്റി AR മേനോൻ റോഡ് തൃശൂർ. നേരത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് ഈ വർഷത്തെ തൃപ്രയാർ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. നാളെ ഏകാദശി ദിവസം നടക്കുന്ന എഴുന്നള്ളിപ്പിൽ 11 ഗജവീരന്മാർ അണിനിരക്കും. തൃശൂർ ജില്ലയിൽ ഇന്ന് 237 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 632 പേർ രോഗമുക്തരായി. മണ്ണുത്തി പാലക്കാട് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ധാർഷ്ട്യത്തിനും അനാസ്ഥയ്ക്കും ഒരു രക്തസാക്ഷി കൂടി. കാറുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ബൈക്ക് യാത്രികനായ ദൃശ്യമാധ്യമ പ്രവർത്തകൻ ജിജു വർഗീസിനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. തൊഴിൽ നഷ്ടപ്പെട്ട കോവിഡ് ബ്രിഗേഡിയർ അംഗങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത NHM ജീവനക്കാരന്റെ ചിത്രവും വഹിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. വാർത്തകൾ വിശദമായി. ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് ഈ വർഷത്തെ തൃപ്രയാർ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ ശാസ്താവിന്റെ തിടമ്പേറ്റി. ഒല്ലൂക്കര ജയറാം, ചോപ്പീസ് കുട്ടിശങ്കരൻ എന്നീ ആനകൾ ഇടതും വലതും കൂട്ടായി നിന്നു. തൃപ്രയാർ രമേശൻ മാരാർ നയിച്ച പഞ്ചവാദ്യം അകമ്പടിയേകി. നാളെ ഏകാദശി ദിവസം രാവിലെ നടക്കുന്ന മേളത്തിന് പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർ നേതൃത്വം വഹിക്കും. 11 ആനകൾ അണിനിരക്കും. ഗജവീരൻ ദേവസ്വം അച്യുതൻകുട്ടി ഭഗവാന്റെ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും. നാട്ടാന പരിപാലന ചട്ടമനുസരിച്ച് കോവിഡ് മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകി 11 ആനകളെ എഴുന്നള്ളിക്കാൻ അനുമതി നൽകിയത് പൂരപ്രേമികളെ ഉത്സാഹഭരിതരാക്കിയിട്ടുണ്ട്. ഏകാദശി പ്രസാദ ഊട്ട് കാലത്ത് 9:30 ആരംഭിക്കും. ഗോതമ്പ് ചോറ്, രസകാളൻ, പുഴുക്ക്, അച്ചാർ, പരിപ്പ് പായസം എന്നീ വിഭവങ്ങളാണ് ഏകാദശി പ്രസാദ ഊട്ടിനു വേണ്ടി തയ്യാറാക്കുന്നത്. ജില്ലയിൽ ഇന്ന് 237 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 632 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 4520 ആണ്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5,41,019 ആണ്. 5,34,515 പേരെയാണ് ആകെ രോഗമുക്തരായി വിടുതൽ ചെയ്തിട്ടുള്ളത്. 5.15% ഇന്നത്തെ രോഗവ്യാപന നിർണയ നിരക്ക്. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ മുടിക്കോട് വെച്ച് ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരണമടഞ്ഞു. പൂവൻചിറ സ്വദേശി 42 വയസ്സുള്ള ജിജു വർഗീസാണ് മരണമടഞ്ഞത്. തൃശൂർ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് വീഡിയോ സ്ട്രിംഗറായിരുന്നു ജിജു. സൂര്യ TVയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയലിന്റെ എഡിറ്ററും കൂടിയായിരുന്നു. ദേശീയപാതയിൽ മണ്ണുത്തി മുതൽ കുതിരാൻ വരെയുള്ള ഭാഗത്തെ അശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ജിജുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ദേശീയപാതയുടെ പണി പൂർത്തിയാകാതെ അനന്തമായി നീണ്ടുപോകുന്നതും ഭരണ സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഇടപെടാതിരിക്കുന്നതും തകർന്ന സർവീസ് റോഡുകൾ സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടത്താത്തതും ഈ മേഖലയിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട്. മണ്ണുത്തി മുതൽ ഒല്ലൂർ റെയിൽവേ ഗേറ്റ് വരെയുള്ള 8 കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒല്ലൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തറ സെന്ററിൽ സമരചക്രം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിത്ത് ചാക്കോ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ സമരം ഉദ്ഘാടനം ചെയ്തു.
മണ്ണുത്തി, നടത്തറ, കുട്ടനല്ലൂർ, പടവരാട്, മരത്താക്കര, ഒല്ലൂർ സെന്ററുകളെല്ലാം വെട്ടിപ്പൊളിച്ച് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുകയാണെന്നും 29 കോടി രൂപ ചെലവഴിച്ച് 1.5 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട റോഡ് നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോഴും മന്ദഗതിയിലാണ് നടക്കുന്നതെന്നും സ്ഥലം MLA കൂടിയായ റവന്യൂ മന്ത്രിയുടെ കഴിവുകേടാണിതെന്നും ജോസ് വള്ളൂർ കുറ്റപ്പെടുത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ KC അഭിലാഷ്, ജെയ്ജു സെബാസ്റ്റ്യൻ, DCC ഭാരവാഹികളായ TM രാജീവ്, ML ബേബി, KH ഉസ്മാൻ ഖാൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബിന്ദു കാട്ടുങ്ങൽ, അനിൽ പൊറ്റേക്കാട്ട്, KSU ഒല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബ്ലസൻ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ ഷൈജു കുര്യൻ, ജോമോൻ മരോട്ടിച്ചാൽ, ധനീഷ് മാടക്കത്ര തുടങ്ങിയവർ സമരചക്ര പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കോൺഗ്രസുകാരെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ അത് പറയുന്നവരെ ഒരുപക്ഷെ രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് പ്രതികരിക്കാം. പക്ഷേ പട്ടിണി പാവങ്ങളായ തൊഴിലാളികളെ സംബന്ധിച്ച്, ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമ്പോ എത്രയോ മാസമില്ല ഒരു കാരണം ഈ സമരപരിപാടികൾ കണ്ട് ഈ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന ബന്ധപ്പെട്ട മന്ത്രിമാരും MLA കേരളത്തിൽ കോവിഡ് ഡ്യൂട്ടിക്ക് വേണ്ടി NHM വഴി പ്രത്യേകം നിയമിതരായിരുന്നതും ഇപ്പോൾ തൊഴിൽ രഹിതരുമായ മുൻ NHM ജീവനക്കാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സീനിയർ മെമ്പർ PA മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അനീഷ് EM അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം സ്വദേശിയും മുൻ NHM കരാർ ജീവനക്കാരനുമായിരുന്ന ജിൻസ് ജോസഫ് തൊഴിൽ നഷ്ടപ്പെട്ടത് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മൂലം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. മുടങ്ങിക്കിടക്കുന്ന റിസ്ക് അലവൻസ് ഉടനെ തന്നെ കുടിശ്ശിക കൂടാതെ അനുവദിക്കുക, കോവിഡ് ബ്രിഗേഡായി കേരളത്തിൽ ജോലി ചെയ്തവർക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനത്തിന് മുൻഗണന നൽകുക, ദിവസവേതന അടിസ്ഥാനത്തിൽ കേരളത്തിൽ തന്നെ താൽക്കാലിക പുനർനിയമനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം ഉന്നയിച്ചു. കവിത KA, രക്ഷാധികാരി ഗോകുലൻ KK, ജാൻസി, സീന, AJ ഡിക്സൺ, UV സവിൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഒരു അവജ്ഞയോടെ അല്ലെങ്കിൽ നമ്മൾ പല പ്രാവശ്യമായിട്ട് നടത്തിക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസമായിട്ടും നമ്മൾ ഈ ജോലി കഴിഞ്ഞ് ഇറങ്ങിയ ആൾക്കാർക്ക് ഒരു ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയാലാണ് നമ്മൾ എംപ്ലോയ്മെൻറ്റിൽ കൊണ്ട് കൊടുത്താൽ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ചില എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകാർ പോലും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഏകദേശം 90 ദിവസമാണ് അതിൻ്റെ ഒരു മെച്യൂരിറ്റി പീരീഡ്. ജോലി കഴിഞ്ഞിറങ്ങി 90 ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്നാണ് അതിൻ്റെ ഒരു നിയമം. പക്ഷേ ഇപ്പോൾ പല ആൾക്കാരും HIV പ്രതിരോധത്തിന്റെ ഭാഗമായി ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിൽ ഇപ്പോഴും എയ്ഡ്സ് രോഗബാധയുള്ളതായും 2020 രാജ്യത്ത് 68,000 പേർക്ക് പുതിയതായി രോഗം വന്നിരുന്നുവെന്നും 59,000 ആളുകൾ 2020 എയ്ഡ്സ് മൂലം മരണമടഞ്ഞതായും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് DMO MK കുട്ടപ്പൻ, ഡോക്ടർ സതീശൻ, ഡോക്ടർ സുജ, ഹരിത ദേവി തുടങ്ങിയവർ പറഞ്ഞു. പുതുക്കിയ ഏകീകൃത കുർബാന ക്രമം നടപ്പിലാക്കുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങളും പ്രതിഷേധങ്ങളും നിലനിൽക്കുന്നതിനിടയിൽ ഇരിങ്ങാലക്കുട രൂപത ആസ്ഥാനത്ത് കടുപ്പശ്ശേരി ഇടവക വിശ്വാസികളുടെ രാപ്പകൽ സമരം. ഏകീകൃത കുർബാന ചൊല്ലാതിരുന്ന വൈദികനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിശ്വാസികൾ സമരം നടത്തുന്നത്. മാർപ്പാപ്പയെ തള്ളിപ്പറയുന്ന വൈദികനെ അംഗീകരിക്കില്ലെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി. വൈദികനെ മാറ്റാതെ പിരിഞ്ഞുപോകില്ലെന്നും വിശ്വാസികൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം മുതലാണ് തൃശൂർ അതിരൂപതയിൽ മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രോപ്പൊലീത്ത പുതിയ കുർബാനയ്ക്ക് തുടക്കം കുറിച്ചത്. പ്രതിഷേധക്കാരെ നേരിടാൻ ലൂർദ് പള്ളിക്ക് മുൻപിൽ വൻതോതിൽ പോലീസിനെയും വിന്യസിച്ചിരുന്നു. പല വിധത്തിലുള്ള വിഷയങ്ങൾക്ക് ഒരു ഐക്യരൂപം കൊണ്ടുവരാനായിട്ടാണ് ഈ അടുത്ത് സിനഡ് തീരുമാനിച്ച പോലെ പുതിയൊരു കുർബാനാർപ്പണ രീതി, അതായത് ഒരു 15 മിനിറ്റ് സമയം ആൾക്കാരിൽ തിരിഞ്ഞുകൊണ്ട് കുർബാന അർപ്പിക്കാൻ തീരുമാനം വന്നത്. ഇതിനെ തുടർന്നുള്ള ഇടയലേഖനം വായിക്കാനായിട്ട് നമ്മുടെ ഇരിങ്ങാലക്കുട രൂപതയടക്കമുള്ള ഒരുപാട് രൂപതകളിൽ ആവശ്യപ്പെടുകയും എന്നാൽ കടുപ്പശ്ശേരി ഇടവകയിൽ ഇടയലേഖനം വായിക്കാതിരിക്കുകയും അതിന് ബദലായിട്ട് ഒരു സീനിയർ വൈദികൻ പറഞ്ഞ ഇടയലേഖനം എന്ന് പറഞ്ഞുകൊണ്ട് കടുപ്പശ്ശേരി ഇടവകയിലെ ഫാദർ ജെയ്സൺ കൂടിയിരിക്കൽ ഒരു ലേഖനം വായിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഫേസ്ബുക്കിൽ പല വിവാദങ്ങളും ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതികരിച്ചൊരു വ്യക്തിക്കെതിരെ പോലീസ് കേസ് വരെ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒല്ലൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ വരുന്ന ഒല്ലൂർ സെന്റർ പരിസരം, റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നിവിടങ്ങളിൽ 30/11/2021 രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും ലിംഗവിവേചനവും അവസാനിപ്പിക്കുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് ജില്ലയിൽ സംഘടിപ്പിച്ചു വരുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി തൃശൂർ ടൗൺ ഹാളിൽ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ ലേബർ ഓഫീസുമായി സഹകരിച്ച് ട്രേഡ് യൂണിയൻ നേതാക്കൾ, അസംഘടിത മേഖലാ തൊഴിലാളികൾ എന്നിവർക്കായി ഒരുക്കിയ ശില്പശാലയുടെ ഉദ്ഘാടനം ലീഗൽ സർവീസസ് സൊസൈറ്റി സെക്രട്ടറി ആൻഡ് സബ് ജഡ്ജ് നിഷി PS നിർവഹിച്ചു. കോർപ്പറേഷൻ വാർഡ് കൌൺസിലർ റിജി ജോയ് അധ്യക്ഷത വഹിച്ചു. ഗാർഹിക പീഡന നിരോധന നിയമം, സ്ത്രീധന നിരോധന നിയമം, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനുള്ള നിയമം എന്നീ വിഷയങ്ങളിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമങ്ങൾ, സംവിധാനങ്ങൾ എന്ന വിഷയത്തിൽ ഗവൺമെന്റ് ലോ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സോണിയ കെ ദാസ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികളെയും സംവിധാനങ്ങളെയും പറ്റി ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ലേഖ S എന്നിവർ ക്ലാസുകൾ നയിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ മീര P, ജില്ലാ ലേബർ ഓഫീസർ പ്രമോദ് KS തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെട്രോൾ പാചകവാതക വില വർധനവിനെതിരെ മാർച്ചും ധർണയും നടത്തി. ശക്തൻ നഗർ GST ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു ആന്റണി അധ്യക്ഷത വഹിച്ചു. ബിന്നി മട്ടി, KM ലെനിൻ, ജോസ് തെക്കേത്തല, ജോഫി കുര്യൻ, ജോയ് പ്ലാശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. സമിതി ജില്ലാ സെക്രട്ടറി മിൽട്ടൺ തലക്കോട്ടൂർ സ്വാഗതവും ജില്ലാ ട്രഷറർ ഡയമണ്ട് രാജൻ നന്ദിയും പറഞ്ഞു. എടമുട്ടം സെന്ററിൽ വാഹനാപകടത്തിൽ കാൽ ചതഞ്ഞരഞ്ഞ് അറ്റനിലയിൽ കാണപ്പെട്ട നായയുടെ മുറിവുകൾ തളിക്കുളം അനിമൽ സ്ക്വാഡ് പ്രവർത്തകർ തുന്നിച്ചേർത്തു. വലപ്പാട് പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM അബ്ദുൾ മജീദ് വിവരമറിയിച്ചതിനെ തുടർന്നാണ് അനിമൽ സ്ക്വാഡ് സ്ഥലത്തെത്തിയത്. നായയുടെ തുടർ പരിചരണം ശ്രീനാരായണ ഫ്ലവേഴ്സ് ഉടമ CK പ്രതാപൻ ഏറ്റെടുത്തിട്ടുണ്ട്. മണപ്പുറം മേഖലയിൽ ദിവസവും അപകടത്തിൽപ്പെടുന്ന നിരവധി മൃഗങ്ങളെയും പക്ഷികളെയും പരിചരിക്കുന്നതിനും പാമ്പുകളെ പിടികൂടുന്നതിനും അനിമൽ സ്ക്വാഡ് പ്രവർത്തകർ ഓടിയെത്താറുണ്ടെങ്കിലും കാലപ്പഴക്കത്താൽ ഇടയ്ക്കിടെ തകരാറിലാവുന്ന വാഹനത്തിന്റെ ശോചനീയാവസ്ഥയാണ് ഇവരെ അലട്ടുന്ന പ്രധാന പ്രശ്നം. ജില്ലയിലെ അതിദരിദ്രരെ കണ്ടെത്തുന്നതിനുള്ള സർവേയുടെ ഭാഗമായി പ്രാഥമിക പട്ടിക തയ്യാറാക്കൽ പ്രക്രിയ പുരോഗമിക്കുന്നു. പുഴയ്ക്കൽ ബ്ലോക്കിലെ കോലഴി പഞ്ചായത്ത് വാർഡിന് മുന്നിൽ നടന്ന പ്രാഥമിക പട്ടിക തയ്യാറാക്കൽ അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ ഹരിത V കുമാർ പങ്കെടുത്തു. ജില്ലയിലെ അതിദരിദ്രരെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായതും ഏകോപനപരവുമായ നടപടികളാണ് പുരോഗമിച്ചു വരുന്നതെന്നും കളക്ടർ പറഞ്ഞു. പഞ്ചായത്ത് വാർഡ് തല സമിതി ഫോക്കസ് ഗ്രൂപ്പ് യോഗം ചേർന്ന് കണ്ടെത്തുന്നവരുടെ ലിസ്റ്റിൽ നിന്നാണ് അർഹരായവരുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കുന്നത്. IAS റാങ്ക് ഹോൾഡർ K മീര, BDO BM ചന്ദ്രമോഹൻ, കില ജില്ലാ ഫെലിസിറ്റേറ്റർ അനൂപ് കിഷോർ, പ്രൊജക്ട് ഡയറക്ടർ സെറീന A റഹ്മാൻ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ടീച്ചർ, കോലടി പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, വാർഡ് മെമ്പർ ബീന രാധാകൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പോയിട്ടുള്ളത് എന്നറിയാം. ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജനാധിപത്യം ശരിക്കും സാർത്ഥകമാവുന്നത് ഇവിടെയാണ്. അത് ശരിക്കും ഒരു അസംബ്ലിയിൽ ആരും ശരിക്കും പറഞ്ഞാൽ എന്താ അത് മേളിലത്തെ തട്ടിലല്ല, ഏറ്റവും താഴെ ജനങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് മാത്രമേ ജനാധിപത്യം സാർത്ഥകമാവുള്ളൂ. തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച കവിയും ഗാനരചയിതാവുമായിരുന്ന ബിച്ചു തിരുമലയുടെ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ A സരസ്വതി ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ മോഡൽ ബോയ്സ് വിദ്യാർത്ഥിയായ ശ്രീഭജനും അധ്യാപികയായ P ഗീതയും ബിച്ചു തിരുമലയുടെ ഗാനങ്ങൾ ആലപിച്ചു. അധ്യാപികമാരായ മഞ്ജു, ഡോക്ടർ MN ഇന്ദു, മഞ്ജുള എന്നിവർ സംസാരിച്ചു. NSS ലീഡർമാരായ ശ്രേയസ്, ഹംന, കോർഡിനേറ്റർ ഡോക്ടർ KM മഞ്ജുള എന്നിവർ നേതൃത്വം നൽകി. ഹയർ സെക്കൻഡറിയിൽ അനധ്യാപകരെ നിയമിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വർഷങ്ങളായി അനധ്യാപകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തികച്ചും ന്യായമാണെന്നും അധ്യാപക വിദ്യാർത്ഥി അനുപാതം കാലോചിതമായി പരിഷ്കരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എംഎൽഎമാരായ എൻ ഷംസുദ്ദീൻ, ടി വി ഇബ്രാഹിം, മാത്യു കുഴൽനാടൻ, അനൂപ് ജേക്കബ് എന്നിവരും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എൻ വി മധു, ജനറൽ സെക്രട്ടറി ഷിനോജ് പാപ്പച്ചൻ, ഷാജു സിസി, അജി കുര്യൻ, പ്രദീപ് എബ്രഹാം, ജി ഗോപകുമാർ, മാത്യു ജോർജ് തുടങ്ങിയവരും സംസാരിച്ചു. എജി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ അവസാനിച്ചു. നമുക്കറിയാം, അനധ്യാപക നിയമനം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഈ അനധ്യാപക തസ്തികയിൽ നിയമനം നടത്തണമെന്നുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അത് സുപ്രീം കോടതി അത് ശരിവയ്ക്കുകയും ചെയ്തു. എന്നിട്ടും ഇതുവരെ സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും ഈ അനധ്യാപക നിയമനങ്ങൾ നടത്തുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഈ സമരം മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു SNA ഔഷധശാല സ്ഥാപക ദിനാഘോഷവും ആയുർവേദ സെമിനാറും ഡിസംബർ 1 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30 ഹോട്ടൽ ദാസ് കോണ്ടിനെന്റലിൽ നടൻ VK ശ്രീരാമൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും പുതിയ ചികിത്സാ വിഭാഗത്തിന്റെ ഉദ്ഘാടനം P ബാലചന്ദ്രൻ MLA നിർവഹിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് രാമൻ മുണ്ടനാട്, A ജയകൃഷ്ണൻ നമ്പി, BM അഞ്ജനാദേവി തുടങ്ങിയവർ അറിയിച്ചു. പ്രോഗ്രാമായിട്ടാണ്. ഒന്ന് ആയുർവേദം സാമൂഹിക സാംസ്കാരിക പരിപ്രേക്ഷ്യത്തിൽ എന്നുള്ളതിലാണ്. ആയുർവേദത്തിൻ്റെ സാംസ്കാരികല് അത് ഡോക്ടർ ലീന എബ്രഹാമാണ്. അവർ പ്രൊഫസർ, സെൻറ്റർ ഫോർ സ്റ്റഡീസ് ഇൻ സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവർ ആയുർവേദത്തിൻ്റെ ഈ സാമൂഹിക സാംസ്കാരിക പരിപ്രേക്ഷ്യമാണ്. രണ്ടാമത് ആയുർവേദം സാഹിത്യ പരിപ്രേക്ഷ്യത്തിൽ എന്തൊക്കെയാണ്, അത് ഡോക്ടർ K മുരളിയാണ്, ചീഫ് എഡിറ്റർ, പബ്ലിക്കേഷൻ ആയുർവേദശാലയിലത്തെ ഡോക്ടറാണ്. മൂന്നാമത്തെ ആയുർവേദം പൊതുജനാരോഗ്യ പരിപ്രേക്ഷ്യത്തിൽ. 3 ദിവസം നീണ്ട ജില്ലാതല പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ സിറ്റിംഗ് പൂർത്തിയായി. 133 കേസുകൾ പരിഗണിച്ചതിൽ 70 എണ്ണം തീർപ്പാക്കി. അയ്യന്തോളിലെ ആസൂത്രണ ഭവൻ ഹാളിൽ നടന്ന സിറ്റിംഗിന് റിട്ടയർഡ് ജസ്റ്റിസ് PS ദിവാകരൻ നേതൃത്വം നൽകി. പോലീസ് അപമര്യാദയായി പെരുമാറി എന്ന തരത്തിലുള്ള പരാതികളായിരുന്നു സിറ്റിംഗിൽ പരിഗണിച്ച പരാതികളിൽ അധികവും. അടുത്ത സിറ്റിംഗ് ജനുവരിയിൽ നടക്കും. വാർത്താ നേരത്തിൽ ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. കൂൾ സിറ്റി, AR മേനോൻ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മണ്ണുത്തിയിലെ ബയോ കൺട്രോൾ ലാബിലേക്ക് ആവശ്യമായ പ്രിന്റ് ചെയ്ത് കർട്ടൺ ബോക്സുകൾ വിതരണം ചെയ്യുന്നതിന് സീൽ വെച്ച ടെൻഡറുകൾ ക്ഷണിച്ചു. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ 3, 11 മണി വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുകയോ www.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക. വിശദവിവരങ്ങൾക്ക് 048723746005 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഏകാദശി ദിവസമായ ഡിസംബർ 14 ചൊവ്വാഴ്ച ചാവക്കാട് താലൂക്ക് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും ഉത്തരവ് ബാധകമല്ല. ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ അനുസ്മരണവും അദ്ദേഹം രചിച്ച അവിശ്വസനീയം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും പുരസ്കാര സമർപ്പണവും ഡിസംബർ 2 സാഹിത്യ അക്കാദമിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് 3 നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ M ലീലാവതി, പ്രൊഫസർ MK സാനു എന്നിവർക്ക് പുരസ്കാരങ്ങൾ സമർപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ PV കൃഷ്ണൻ നായർ, അപർണ ബാലകൃഷ്ണൻ, ഡോക്ടർ P സരസ്വതി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യക്തിത്വം കൊണ്ടും കർമ്മം കൊണ്ടും കടപ്പെടുത്തിയ ആ ശ്രേഷ്ഠ വ്യക്തിത്വത്തെ ഓർക്കണം എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ശിഷ്യന്മാരും സാംസ്കാരിക പ്രവർത്തകന്മാരും മക്കളും ഒക്കെ കൂടി കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്ന് ഇത്തരമൊരു ചടങ്ങ് നടത്തുന്നത്. ബാലകൃഷ്ണൻ വ്യാപരിച്ച മേഖലകൾ പലതാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ഥിരീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ബാലകൃഷ്ണൻ്റെ കേരള പഠന മഹാസഭ സംസ്ഥാന സമ്മേളനം 2022 ഫെബ്രുവരി 6 തളിക്കുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളന വിജയത്തിനായി ഡിസംബർ 19 സ്വാഗത സംഘം രൂപീകരിക്കും.
സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ട ചിലർ സമുദായത്തിന്റെ പേരിൽ സമാന്തര സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സമുദായ അംഗങ്ങൾ അതർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ശരവണൻ പാടൂർ, GA സുരേഷ്, സർവോത്തമൻ എന്നിവർ പങ്കെടുത്തു. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സഭ പ്രവർത്തിച്ചു വരുന്നത്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കും മറ്റും എതിരെ ശക്തമായ പോരാട്ടമാണ് കേരള പഠന മഹാസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ സഭയ്ക്കിടയിൽ കണ്ടുവരുന്നു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരേ സംവിധായകനും തിരക്കഥാകൃത്തും നായകനും ഒന്നിക്കുന്നുവെന്ന അപൂർവത CBI ഡയറിക്കുറിപ്പ് എന്ന സിനിമയുടെ 5ാം ഭാഗത്തിന് സ്വന്തം. SN സ്വാമി, K മധു, മമ്മൂട്ടി എന്നിവർ വീണ്ടും ഒന്നിക്കുന്ന CBI ഡയറിക്കുറിപ്പ് എന്ന ചിത്രത്തിന്റെ പൂജ നടന്ന ദിവസം കേരളത്തിലെ 14 ജില്ലകളിലെയും വിവിധ റിലീസിംഗ് ക്യാമ്പുകളിൽ MFWAI പ്രവർത്തകർ ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തി. 30 വർഷങ്ങൾക്ക് മുൻപ് 1988 ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നത്. ഈ ചിത്രത്തിന്റെ അഭൂതപൂർവമായ വിജയത്തെ തുടർന്ന് 1989 ജാഗ്രത, 2004 സേതുരാമയ്യർ CBI, 2005 നേരറിയാൻ CBI എന്നിങ്ങനെ 4 ചിത്രങ്ങൾ ഈ സീരീസിൽ പുറത്തിറങ്ങി. തൃശൂർ രാഗത്തിലും രാംദാസിലും പൂജയോടനുബന്ധിച്ച് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മമ്മൂട്ടി ഫാൻസ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ EH സബീർ, രാഹുൽ ചന്ദ്രൻ, രാഗം തിയേറ്റർ ഉടമ സുനിൽ, AK രാംദാസ് തിയേറ്റർ മാനേജർ ജെയിംസ് മിൻഡോസിയാൻഡോ, ബിജോ കുര്യൻ, സനൽ വടൂക്കര, വിനയ് ഹംസ എന്നിവർ സന്നിഹിതരായിരുന്നു. വ്യാപാരി സമൂഹവുമായി മുഖ്യമന്ത്രി നടത്തുന്ന ചർച്ചകളിൽ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തെ ഒഴിവാക്കുന്നതിൽ നിന്നും പിന്മാറണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോവിഡിന്റെ പേരിൽ വ്യാപാരി സമൂഹത്തെ തകർക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതെന്നും വ്യാപാരികൾക്ക് വേണ്ടി പോരാടിയതും കോടതിയെ സമീപിച്ചതും ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം മാത്രമാണെന്നും ഭാരവാഹികൾ അവകാശപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന വക്താവ് സോം ദേവരാജൻ, PS രഘുനാഥ്, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള വ്യാപാരി വ്യവസായി മേഖല തന്നെയാണ്. അപ്പോൾ ഒരുപാട് ആത്മഹത്യകൾ നമ്മൾ കണ്ടു. ഏകദേശം ഒരു 30ഓളം വരുന്ന വ്യാപാരി വ്യവസായി മേഖലയിൽ വരുന്ന ആളുകൾ ആത്മഹത്യ ചെയ്തു, സാധാരണക്കാർ. അപ്പം അവർക്ക് ഒരു 25 ലക്ഷം രൂപ അവരുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം കൊടുക്കുക, അതോടൊപ്പം തന്നെ ആ കുടുംബത്തിലൊരു ആശ്രിതനോ ആശ്രിതയ്ക്കോ ഒരു സർക്കാർ ഉദ്യോഗം കൊടുക്കുക എന്നുള്ള 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് നമ്മൾ സമരം നടത്തുകയുണ്ടായി. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഗവൺമെന്റിനെ അറിയിക്കുകയുണ്ടായി. പക്ഷേ ഗവൺമെന്റ് തിരിഞ്ഞു നോക്കാത്തൊരു ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണത്തിന് ഇന്ന് നേരിയ തോതിൽ വില കുറഞ്ഞു. ഗ്രാമിന് 10 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 4495 രൂപയും പവന് 80 രൂപ കുറഞ്ഞ് 35,960 രൂപയുമായി. തങ്കം ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 4720 രൂപയായി. ഇന്നലെ ഗ്രാമിന് 4730 രൂപയായിരുന്നു തങ്കത്തിന്റെ വില. ആപൽക്കര വസ്തുക്കളുടെ സുരക്ഷിത ഗതാഗതത്തിന് ഡ്രൈവർമാർക്ക് ത്രിദിന പരിശീലനം നൽകുന്നു. സ്ഫോടക വസ്തുക്കൾ, LPG തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, രാസപദാർത്ഥങ്ങൾ എന്നിവ സുരക്ഷിതമായി കൈകാര്യം ചെയ്യൽ തുടങ്ങി സുരക്ഷിത ഗതാഗതം സംബന്ധിച്ച് ഡ്രൈവർമാർക്ക് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ശാസ്ത്രീയ പരിശീലനം ഡിസംബർ 8, 9, 10 തീയതികളിൽ നാറ്റ്പാക്കിന്റെ ആക്കുളം പരിശീലന കേന്ദ്രത്തിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471 277 9200 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് ഈ വർഷത്തെ തൃപ്രയാർ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. നാളെ ഏകാദശി ദിവസം നടക്കുന്ന എഴുന്നള്ളിപ്പിൽ 11 ഗജവീരന്മാർ അണിനിരക്കും. തൃശൂർ ജില്ലയിൽ നിന്ന് 237 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 632 പേർ രോഗമുക്തരായി. മണ്ണുത്തി പാലക്കാട് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ധാർഷ്ട്യത്തിനും അനാസ്ഥയ്ക്കും ഒരു രക്തസാക്ഷി കൂടി. കാറുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ബൈക്ക് യാത്രികനായ ദൃശ്യമാധ്യമ പ്രവർത്തകൻ ജിജു വർഗീസിനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. തൊഴിൽ നഷ്ടപ്പെട്ട കോവിഡ് ബ്രിഗേഡിയർ അംഗങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത NHM ജീവനക്കാരന്റെ ചിത്രവും വഹിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. കൂൾ സിറ്റി AR മേനോൻ റോഡ് തൃശൂർ. You are watching G4U News.